ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മളെ വണ്ടീൻ്റെ സർവീസാണ്, സെക്കൻഡ് സർവീസ്. നമ്മുടെ സുസുക്കി ബർഗ്മാൻ്റെ സർവീസാട്ടോ. അപ്പോൾ ഇന്ന് കൊടുക്കാൻ പോയി. തളിപ്പറമ്പ് സർവീസ് സെൻ്ററിൽ കൊടുക്കുന്നത് കേട്ടോ, ഷോറൂമിൽ തന്നെ അവിടെ സർവീസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെയാണ് കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് സർവീസ്, അതായത് 3500-4000 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് സെക്കൻഡ് സർവീസ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 3500 കഴിഞ്ഞ് 3700 സംതിങ് ആയി. അപ്പോൾ പോവാട്ടാ, പോയിട്ട് സർവീസിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും കിലോമീറ്റർ നോക്കട്ടെ. കിലോമീറ്റർ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. വണ്ടി ഒന്ന് കഴുകണം. ഏതായാലും സർവീസിന് കൊടുക്കുമ്പോൾ അവർ കഴുകും. കിലോമീറ്റർ എത്രയായി നോക്കട്ടെ. ഗോ 3741 കിലോമീറ്റർ ഓടി കേട്ടോ. ഇപ്പോൾ 12:08, 10 മിനിറ്റ് കുറവാണ്. അപ്പം 12:15 ഇപ്പോൾ 3741, അതായത് 3500 കിലോമീറ്ററും 4000 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് സെക്കൻഡ് സർവീസ് കേട്ടോ. ഓക്കെ, പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് പറയാനുണ്ട് എനിക്ക്. സംഭവം വെച്ചാലേ, വണ്ടീൻ്റെ മീറ്ററിന് ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്, ഒരു നല്ല സൗണ്ട് വരുന്നുണ്ട്. അത് ഞാൻ മുമ്പുള്ള വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അത് വണ്ടി വാങ്ങിയിട്ട് പിറ്റേന്ന് തന്നെ ആ സൗണ്ട് വന്നിനി. വണ്ടി വാങ്ങിയിട്ട് പിറ്റേന്ന് തന്നെ ഒരു വൈബ്രേഷൻ സൗണ്ട്. പക്ഷെ അത് ഞാൻ മീറ്റർ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ആ സൗണ്ട് ഇല്ല. അപ്പോൾ ഞാനത് ഫസ്റ്റ് സർവീസിന് പോയാൽ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് മനസ്സിലാകുന്നില്ല എന്താ സംഭവം. അവർ പറഞ്ഞാൽ അങ്ങനത്തെ സൗണ്ടൊന്നും ഇല്ല. കാര്യം അവിടുന്ന് വാഹനത്തിൻ്റെ എല്ലാം സൗണ്ട് കൊണ്ടായിരിക്കും അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ പിന്നീട് വിളിച്ചാൽ അവിടുത്തെ മാനേജർ എന്നെ അറിയുന്നതാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ മാനേജർ പറഞ്ഞ് നീ കൊണ്ടാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഏതായാലും സെക്കൻഡ് സർവീസിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്നത് കാണിക്കണം, അതിനാ കാണിച്ചു തരാം കേട്ടോ അത് സംഭവം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടോ, ഒരു വൈബ്രേഷൻ പുറന്നുള്ള സൗണ്ട്. ഇത് പോയി കണ്ടോ, സൗണ്ട് ഉണ്ടോ. ഇത് ഇങ്ങനെ കൈയോടെ ഞെക്കി പിടിക്കുമ്പോൾ പോയി കണ്ടോ, വന്ന് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ റബ്ബർ ബുഷായിട്ട് ഉണ്ടാവും, അത് ലൂസായിട്ട് ഇളകിയിട്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, നമുക്ക് നോക്കാം ഏതായാലും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നല്ല വൈബ്രേഷൻ, നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ചെറുങ്ങനെ കുറച്ച് ചെറുതായിട്ടാണ് കേൾക്കുന്നത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ ഒരു സൗണ്ട് കണ്ടോ. ഇത് കുറച്ച് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നല്ല സൗണ്ട് വരും. ഇപ്പം നിന്ന് കണ്ടോ. ഇത് ഒന്ന് കാണിക്കണം. വേറെ പറയാൻ വേണ്ടിക്കുള്ള ഇതൊന്നുമില്ല. ഈ ഒരു കാര്യം തന്നെ ഫസ്റ്റ് സർവീസിന് പോകുമ്പോൾ ഞാൻ ഇതന്നെ പറഞ്ഞത്. പക്ഷേ അവർ പറഞ്ഞാൽ അങ്ങനത്തെ സൗണ്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലാവാനായിട്ടാണ്. അപ്പോൾ ഇന്നതല്ല നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 12:15. അപ്പോൾ ഇവിടുന്ന് വിടാട്ടോ നമുക്ക്. ഓക്കെ, 12 മണിക്ക് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. രാവിലെ അവർ വിളിച്ചിനി. അപ്പോൾ ഞാൻ പറഞ്ഞു 12 മണിക്ക് കൊണ്ടുവരാം. സാറല്ല, അവർ പെട്ടെന്ന് ചെയ്തു തരും. കഴിഞ്ഞ പ്രാവശ്യം പോയാലും പെട്ടെന്ന് എനിക്ക് ചെയ്തു തന്നിനി. എന്തായാലും വിടാട്ടോ വീട്ടിൽ നിന്ന്. ഓക്കെ, ഹെൽമെറ്റ് എടുക്കട്ടെ. ഹെൽമെറ്റ് പിന്നെ ഇതിൻ്റെ അകത്തന്നെ വെക്കൽ. ഇത് മഴക്കോട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴക്കോട്ട് കരുതുന്നുണ്ട് കണ്ടോ, മഴക്കോട്ട് കരുതുന്നുണ്ട്, അല്ലെങ്കിൽ പണി കിട്ടും. ഗായ്സ്, സർവീസ് ബുക്ക് എടുക്കണം. ഞാൻ ഇവിടെ എടുത്ത് പുറത്ത് വെച്ചിനി, എടുക്കട്ടെ. ഇതെടുക്കട്ടെ, പോവാ ഗായ്സ്. അപ്പോൾ പോവാ, നേരെ അവിടെ എത്തിയിട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ നമ്മൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാം. മറക്കത്തിപ്പം തന്നെ ചെയ്യട്ടോ. പൊളിക്കാം നമുക്ക്, പരമാവധി ഡെയിലി വീഡിയോ ഇട്ടാ. ശരിയാക്കാം നമുക്ക്. ഓക്കെ ഗായ്സ്, സിഗ്നലുകളിൽ നമ്മളെ തളിപ്പറമ്പ് മഞ്ഞക്കുള്ള സിഗ്നൽ കഴിഞ്ഞാട്ടോ. എത്തി ഗായ്സ്, എത്തി. ഇങ്ങോട്ട് കയറ്റി വെക്കട്ടെ. ഇതാണ് തളിപ്പറമ്പ് സുസുക്കി ഷോറൂം കണ്ടോ. മുകളിൽ ഷോറൂമും താഴെ സർവീസ് സെൻറ്റർ. ഓക്കെ കണ്ടോ, നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് വണ്ടിയെല്ലാം ഉണ്ട്. സെക്കൻഡ് സർവീസിൽ ഓയിൽ ചേഞ്ച് തന്നെ മെയിനായിട്ടല്ലേ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ വൈബ്രേഷൻ്റെ ഇത് അതല്ലേ ഉള്ളൂ. പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഓയിലിൻ്റെ പൈസ ഉണ്ടാവും കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ ഉണ്ടല്ലോ ഇവിടുത്തെ സർവീസിലെ മെക്കാനിക്കിനെ വിളിച്ചിട്ട് ഇവിടെ ചെവി വെച്ച് കേൾപ്പിച്ചു കൊടുത്തു. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് വൈബ്രേഷൻ്റെ ആ സൗണ്ട് കേൾപ്പിച്ചു കൊടുത്തു, അതായത് ഈ മീറ്ററിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു ആ വൈബ്രേഷൻ ഉണ്ട്, സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ ഇവിടെ റോഡ് സൈഡിലായതുകൊണ്ട് വാഹനങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് എന്താ പറയുക, വാഹനങ്ങളെ സൗണ്ട് കൊണ്ട്
കേൾക്കുന്നില്ല. ഫസ്റ്റ് സർവീസിന് വന്നിട്ട് അതാ സംഭവിച്ചത്. മറ്റുള്ള നോയ്സ് കാരണം ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പം പക്ഷേ ഇപ്പം അത് കേട്ടു. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് സൗണ്ട് ഉണ്ട്. കാരണം ഈ മീറ്ററിൻ്റെ ഇടിങ്ങനെ ചെവി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ് സൗണ്ട് കേൾക്കും. അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് റബ്ബറായിട്ട് എന്തോ ഇതായിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ബുഷില്ലേ അത് സംഭവിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ് ബുഷ് കുറ്റി നമുക്ക് സെറ്റാക്കാമെന്നോ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പുതിയ കൊണ്ടുവച്ച വണ്ടി ഉണ്ടാവും. AS125 വൈറ്റ്, പിന്നെ ഇതാ ബ്ലൂ, പിന്നെ അവനീസ് ഉണ്ട്. അവനീസ് വൈറ്റ് ആട്ടോ, മോശമില്ല. അങ്ങനെ 3-4 വണ്ടിയുടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പർ സൈഡിലും ഉണ്ട് AS125 കണ്ടോ നിങ്ങൾ ഇവിടെ വേണ്ട. നല്ല കളർ കേട്ടോ ഇത് AS125 അല്ലേ. വേറൊരു കളർ ഇത് ഗായ്സ്. വിശക്കുന്നു, ഫുഡ് വെച്ചിട്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട്. നേരെ ഞാൻ ഒരു ഫുഡ് കഴിക്കും. ഇവിടെ എടുക്കുന്ന നല്ല ഹോട്ടലുണ്ടെങ്കിൽ ഒരു ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഫ്ലൈറ്റ് മതി. ചോറ് മാതോളി ഇറങ്ങി എന്താ ചോറ് വന്നിട്ടുണ്ട്. സാമ്പാറാണ്. കുറച്ച് മീൻ കറി കഴിക്കട്ടെ. സാമ്പാർ അങ്ങനെ നോക്കട്ടെ. സാമ്പാർ ഫ്രൈ ഒന്നുമില്ല. അതിൽ മാത്രമേ ഉള്ളൂ. 1000 ബീഫിനുണ്ട്. ബീഫ് എത്തിയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. കേട്ടോ ഫുഡ് മോശമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല, കഴിക്കട്ടെ. ഓക്കെ, കുറച്ച് ബീഫ് എടുത്തിട്ട് ചോറിലിട്ടിട്ട് കൂട്ടടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. കുഴപ്പമില്ല. പായസം വന്നിട്ടുണ്ട്. പായസം ഇത് എക്സ്ട്രാ കേട്ടോ, എക്സ്ട്രാ വേണമെങ്കിൽ പറയാം. അപ്പം ഇതിൻ്റെ ഇവിടെ പായസം ഉണ്ടെന്നോ, പായസം ഉണ്ട് വേണമെന്ന് വെച്ചു വേണോ കിട്ടുമോ. അപ്പം അങ്ങനെ പായസം കുടിച്ചിട്ടുണ്ട്. കുടിക്കാം, പായസം കുടിക്കട്ടെ. സാധാ അരിപ്പായസം കേട്ടോ. അരിപ്പായസം ഇവിടെ എഴുതി വെച്ചെന്നോ നോക്കട്ടെ. ആ ചുമരുന്ന എഴുതിന് പായസത്തിന് 30 രൂപ, 30 രൂപ കേട്ടോ. ഗായ്സ് അങ്ങനെ ഭക്ഷണം കഴിച്ചിടത്തി കേട്ടോ. അപ്പോൾ ബില്ല് അടച്ചേട്ടാ കർണാട് നമ്മൾ സർവീസ് രൂപ ബില്ല് 389 രൂപ കേട്ടോ. സെക്കൻഡ് സർവീസ് ഓയിൽ ചേഞ്ചിൻ്റെ പൈസ, അതായത് 389. ഓക്കെ, നല്ല ഫാൻ്റെ കാറ്റും കൊണ്ട് ഇരിക്കുക. ഗായ്സ് നല്ല ഉറക്കുറങ്ങി. കുറച്ച് സമയം, ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടോ. അപ്പോൾ വണ്ടി സർവീസ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് സർവീസ് ചെയ്യും. വാട്ടർ സർവീസെല്ലാം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടുന്ന് പോവാട്ടോ. ഓക്കെ, ഉറങ്ങിപ്പോയി. സർവീസ് നോക്കിയതോ, സർവീസ് നോക്കി. ഗായ്സ് നമ്മളെ വണ്ടി റെഡി ആയിട്ടോ. വാഷെല്ലാം ചെയ്ത് അത് കുട്ടപ്പനായിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമുണ്ടോ? ഇല്ല, ഇത് വെക്കട്ടെ. ഇതിൻ്റെ അകത്ത് വെക്കാം, ഇതാണ് സേഫ്. സ്റ്റാർട്ടാക്കി വെക്കട്ടെ. കിട്ടുന്ന സൗണ്ട് പോയി ഗായ്സ്, അത് ക്ലിയറായി.
നമ്മുടെ മീറ്റർ സൗണ്ട് ഇതാ നല്ല സ്മൂത്തായി കേട്ടോ. കണ്ട ഒരു കുഴപ്പമില്ല. 3755 കിലോമീറ്റർ. ഇപ്പം 3:30 മണിയായി കേട്ടോ. വൈകിട്ട് 3:30 ആയി. അപ്പോൾ ഇവിടുന്ന് പോവാം. ഓക്കെ, അപ്പോൾ നേരെ നാട്ടിലേക്ക് കേട്ടോ. ഓക്കെ എന്നാൽ ശരി.